കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ സ്ത്രീകൾക്ക് പരിഗണനയോ മുൻഗണനയോ നൽകുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വളരെയധികം സത്യം തന്നെയാണ്. അവർ പറയുന്ന വാക്കിന് പോലും യാതൊരുവിധ വിലയും കൊടുക്കുകയുമില്ല, മാനിക്കുകയുമില്ല എന്ന് പറഞ്ഞാൽ 100% സത്യം തന്നെയാണ്. ഇപ്പോൾ BJPയിലേക്ക് പോയ പത്മജ വേണുഗോപാൽ അടക്കം പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ സ്ത്രീകൾക്ക് എന്തു വിലയാണ് കൽപ്പിക്കുന്നതെന്ന്. ഒരു സ്ഥാനമാനങ്ങളും അവർക്ക് കൽപ്പിച്ചു കൊടുക്കാറുമില്ല. ഇതെല്ലാം കൊണ്ട് തന്നെ കോൺഗ്രസ് ദേശീയ വക്താവായ ക്ഷമ മുഹമ്മദ് പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? കോൺഗ്രസ്സുകാർ ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണിത്. അവർ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ: സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ത്രീകൾക്ക് പരിഗണന നൽകുന്നില്ല എന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഒരു വിമർശനം മുന്നോട്ട് വെച്ചത് നമ്മുടെ KPCC പ്രസിഡന്റ് കെ സുധാകരന് ഒട്ടും അങ്ങോട്ട് പിടിച്ചില്ല. സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ത്രീകൾക്ക് പരിഗണന നൽകിയില്ലെന്നും ക്ഷമ മുഹമ്മദിന്റെ വിമർശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു കെ സുധാകരന്റെ ഈ പ്രതികരണം. അതൊക്കെ അവരോട് ചോദിച്ചാൽ മതി, അവരൊന്നും പാർട്ടിയുടെ ആരുമല്ല എന്നായിരുന്നു സുധാകരന്റെ മറുപടി. ഇപ്പോൾ കണ്ണൂരിൽ സ്ഥാനാർത്ഥി കൂടിയായി കഴിഞ്ഞപ്പോൾ സുധാകരൻ അഹങ്കാരം കുറച്ചൊന്നുമല്ല ഉള്ളത്. താൻ കണ്ണൂരിൽ വീണ്ടും ജയിക്കും, MP ആകും, 2 സ്ഥാനങ്ങൾ ഒറ്റയടിക്ക് വഹിക്കും എന്നുള്ള വ്യാമുഖം മനസ്സിലുണ്ടെന്നുള്ളത് വ്യക്തമായ കാര്യമാണ്. അതേസമയം ക്ഷമയെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്ത് വന്നിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകാൻ കഴിയാത്തതിൽ വിഷമമുണ്ടെന്നും ക്ഷമ പറഞ്ഞതിൽ തെറ്റൊന്നും ഇല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സിറ്റിംഗ് MPമാരെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ വനിതകൾക്ക് അർഹിച്ച പ്രാതിനിധ്യം കൊടുക്കാൻ സാധിച്ചില്ല. അക്കാര്യം ശ്രദ്ധിക്കണമെന്ന് തന്നെയായിരുന്നു എൻ്റെ അഭിപ്രായം. അക്കാര്യം പറഞ്ഞതിൽ തെറ്റൊന്നുമില്ലെന്നും കൂടുതൽ സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കണമായിരുന്നുവെന്നും സോഷ്യൽ ബാലൻസ് ഒക്കെ നോക്കി വന്നപ്പോൾ അതിന് സാധിച്ചില്ല എന്നും അക്കാര്യത്തിൽ വിഷമമുണ്ടെന്നും സതീശൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു പാർട്ടി നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചുകൊണ്ട് ക്ഷമ മുഹമ്മദ് രംഗത്ത് വന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ത്രീകൾക്ക് പരിഗണന നൽകിയില്ല, 3 സീറ്റെങ്കിലും സ്ത്രീകൾക്ക് നൽകണമെന്നായിരുന്നു അവർ പറഞ്ഞത്. ഇടതുപക്ഷം ഉൾപ്പെടെ സ്ത്രീകൾക്ക് 3 സീറ്റ് നൽകിയതായും ക്ഷമ ചൂണ്ടിക്കാട്ടി. സ്ഥാനാർത്ഥി നിർണയത്തിൽ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ പാർട്ടി പാലിച്ചില്ല എന്നും കേരളത്തിൽ 51% സ്ത്രീകളാണുള്ളതെന്നും മറ്റു പാർട്ടികളിൽ സ്ത്രീ സ്ഥാനാർത്ഥികൾ അധികമുണ്ടെന്നും കോൺഗ്രസിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കാതിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും അവർ പറഞ്ഞു. പാലക്കാട് നിന്നുള്ള MLAയാണ് വടകരയിൽ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയത്. അദ്ദേഹം ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അദ്ദേഹം ഒരു സിറ്റിംഗ് MLA കൂടിയാണെന്നുള്ളത് നിങ്ങൾ ഓർക്കണം. തൊട്ടടുത്തുള്ള ന്യൂനപക്ഷക്കാരെ പരിഗണിക്കാമായിരുന്നു, വടകരയിൽ തന്നെ പരിഗണിക്കാമായിരുന്നുവെന്നും ക്ഷമ തുറന്നു പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയിൽ കഴിവുള്ള സ്ത്രീകൾ ഒരുപാടുണ്ടെന്നും അവരെയാണ് പാർട്ടിയിലേക്ക് കൊണ്ടുവരേണ്ടതെന്നും സ്ത്രീകളെ ഒഴിവാക്കി ഒരു പാർട്ടിക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നും സ്ത്രീകൾ തിരഞ്ഞെടുപ്പിൽ നിന്നു കഴിഞ്ഞാൽ അവരെ തോൽപ്പിക്കുകയും ചെയ്യരുതെന്നും നല്ല മണ്ഡലങ്ങളിൽ തന്നെ സീറ്റ് നൽകണമെന്നും കഴിവുള്ള സ്ത്രീകളെയും പാർട്ടി മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ടെന്നും ക്ഷമ മാധ്യമങ്ങളോട് പറഞ്ഞു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.